ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 4K റെൻഡറിങ് ഹൈ എൻഡ് പി സി ആണ്. അപ്പോൾ ഈ ഒരു പി സിയുടെ ബഡ്ജറ്റ് നല്ല രീതിക്ക് ഹൈ ആയിരിക്കും. അതായത് നമുക്ക് 4K വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു പി സിയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പി സിക്കകത്ത് സ്ട്രീം ചെയ്യാം, അതുപോലെ തന്നെ ഗെയിമിങ്ങും ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നത്, അതായത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഒക്കെ ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെല്ലേഴ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ ഷോപ്സിൻ്റെ വെബ്സൈറ്റ്സാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളെ പ്രൈം ABGBയും MD കമ്പ്യൂട്ടേഴ്സും വേദാൻ കമ്പ്യൂട്ടേഴ്സ് അവരുടെയൊക്കെ വെബ്സൈറ്റുകളാണ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തിന് ഈ ഒരു വെബ്സൈറ്റ് മെൻഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റ്സ് മെൻഷൻ ചെയ്തേക്കുന്നത്. കാര്യം ആമസോണും ഫ്ലിപ്കാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പ്രൈസ് കുറവ് തന്നെയാണ്. പക്ഷേ അവരുടെ റിട്ടേൺ പോളിസി ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ അല്ല, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ പ്രൈം ABGBയും അതുപോലെ തന്നെ MD കമ്പ്യൂട്ടേഴ്സിനൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചില കേരളത്തിലുള്ള PC ഷോപ്പുകളിലും അവർ അവിടെ നിന്നൊക്കെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു MD കമ്പ്യൂട്ടേഴ്സിനും പ്രൈം ABGB എന്നൊക്കെ മിക്ക ഷോപ്പുകളിലോട്ടും സാധനം വരുന്നുണ്ട്, അതായത് ബൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു 4K ഹൈ എൻഡ് PCക്ക് വേണ്ട പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു PCക്ക് വേണ്ട പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ AMDയുടെ Ryzen 7 5700X എന്ന് പറയുന്ന ഒരു 8 കോർ 16 ത്രെഡ് പ്രൊസസ്സറാണ്. ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി വരികയാണെന്നുണ്ടെങ്കിൽ 3.40 GHz ടെർബോ വരുന്നത് 4.60 GHz ആണ്. അപ്പോൾ ഇത് വളരെയധികം ഹൈ എൻഡ് PC തന്നെയാണ്. അതായത് ഇൻ്റലിൻ്റെ 12th ജനറേഷൻ ആയിട്ട് വരെ ഇത് ഓൾമോസ്റ്റ് കമ്പാരബിൾ ആണ്. കാര്യം ഡീകംപ്രഷനും കംപ്രഷനും സോഫ്റ്റ്വെയറിലൊക്കെ ഇതിപ്പോഴും മുന്നിൽ തന്നെയാണ് AMD സീരീസ്. അതായത് വളരെ നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. നമുക്ക് റെൻഡറിങ് ചെയ്യാൻ നല്ല ഹൈ എൻഡ് പ്രൊസസ്സർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തായാലും ലിക്വിഡ് കൂളർ കൂടി ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 240mm ഡീപ്പ് കൂളിൻ്റെ ഒരു ലിക്വിഡ് കൂളർ കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രൊസസ്സറിൽ നിന്ന്. സോ അടുത്ത നമ്മളിവിടെ മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ ഗിഗാബൈറ്റിൻ്റെ B550M DS3H എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, 2 M.2 NVMe സ്റ്റോറേജിനുള്ള സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ RGB ഫ്യൂഷൻ സപ്പോർട്ട് കൂടി ഈ ഒരു മദർ ബോർഡിൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈയോ ബ്ലൂടൂത്തൊന്നും വരുന്നില്ല, അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ, വൈഫൈ കാർഡ് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായ ഒരു കാര്യം തന്നെയാണ്. അടുത്ത നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യേണ്ട RAM എന്ന് പറയുന്നത് 8GB DDR4 3200 MHz 2 8GB സ്റ്റിക്കാണ്. ടോട്ടൽ 16GB RAM ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു 4K റെൻഡറിങ് PCക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് 32GB RAM തന്നെയാണ്. പക്ഷേ നമ്മളുടെ ചെറിയ രീതിക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 16GB RAM മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. സോ അടുത്തവിടെ സ്റ്റോറേജിന് നോക്കുകയാണെങ്കിൽ കിങ്സ്റ്റണിൻ്റെ NV1 എന്ന് പറയുന്ന 1TBയുടെ M.2 NVMe ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാര്യം സ്റ്റോറേജ് നമ്മൾ 256GBയുടെ NVMe എടുക്കുന്നേക്കാളും 512 എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ പിന്നീട് ഒരു 1TBയുടെ ഹാർഡ് ഡിസ്ക് കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്റ്റോറേജ് നമുക്കിവിടെ ഒരുപാട് വേണ്ടി വരും. നമ്മൾ 4K ഔട്ട്പുട്ടിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വലിയ GB-യിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ 1TBയുടെ NVMe ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു NVMe ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് ഈ ഒരു മദർ ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു M.2 NVMeയുടെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2100ഉം 1700ഉം MB ആണ്. സോ അടുത്തവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 650 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മളിവിടെ ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡും അതുപോലെ തന്നെ ഇത്രയും ലിക്വിഡ് കൂളറും പ്രൊസസ്സറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 650 വാട്ടിൻ്റെ പവർ സപ്ലൈ നമുക്ക് വേണ്ടി വരും. സോ ഫൈനലി ഈ ഒരു PCക്കകത്ത് നമുക്ക് റെൻഡറിങ്ങിന് വേണ്ടത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ NVIDIAയുടെ RTX 3060 12GB DDR6 ഗ്രാഫിക്സ് കാർഡാണ് നമ്മളോട് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് RTX 3060 യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 12GB VRAM വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന AMDയുടെ ഗ്രാഫിക്സ് കാർഡായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RTX 3060 ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. കാര്യം ഇതിനകത്ത് കൂടാ കോഴ്സും കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 12GB VRAM കൂടി വരുന്നുണ്ട്. അതായത് നമ്മൾ അഡോബ് പ്രീമിയർ പ്രോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെൻഡറിങ് കുറച്ചൊക്കെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് RX 6600 അല്ലെങ്കിൽ RX 6600 XT ഗ്രാഫിക്സ് കാർഡും ചൂസ് ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ടുള്ളത് RTX 3060 തന്നെയാണ്. സോ അടുത്ത ഇതിനകത്ത് ഒരു ബഡ്ജറ്റ് കിട്ടാവുന്ന ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ MSIയുടെ MAG 100R എന്ന് പറയുന്നൊരു ക്യാബിനറ്റാണ്. ഇതിനകത്ത് 2 RGB ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്, ഒരു റെയർ ഫാനും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കിട്ടാവുന്ന എയർ ഫ്ലോ ഉള്ള ഒരു നല്ലൊരു ക്യാബിനറ്റ് തന്നെയാണ്. സോ ഇതൊരു 4K റെൻഡറിങ് PC ബിൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഗെയിമിംഗ് മോണിറ്ററിൻ്റെ ആവശ്യമല്ല വരുന്നത്, ഒരു 4K എഡിറ്റിങ്ങിന് പറ്റിയ നല്ലൊരു മോണിറ്റർ തന്നെയാണ്. അതുകൊണ്ട് ചൂസ് ചെയ്യുന്ന മോണിറ്റർ എന്ന് പറയുന്നത് LGയുടെ 4K IPS പാനൽ വരുന്ന ഒരു മോണിറ്ററാണ്. 27 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് 60 ഹെർട്സ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ടിൽറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. 2 HDMI പോർട്ടും ഒരു ഡിസ്പ്ലേ പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു HDR10+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ sRGB റേറ്റും 99% വരുന്നുണ്ട്. അപ്പോൾ LG IPS പാനൽ ചൂസ് ചെയ്യുമ്പോൾ LG ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. കാര്യം അവരുടെ നാനോ IPS ടെക്നോളജി മറ്റേത് മോട്ടേഴ്സിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ LG നോക്കുന്നത്. അപ്പോൾ ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് മുടക്കാനില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മോട്ടർ കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ 29 ഇഞ്ചിൻ്റെ അൾട്രാ വൈഡ് 2K IPS മോട്ടറാണ് LGയുടെ. ഇതും sRGB 99% വരുന്നുണ്ട്. HDR10 ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് ഇൻബിൽഡ് സ്പീക്കർ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്തുകൊണ്ട് എഡിറ്റിങ്ങിന് കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ടുള്ള IPS പാനൽ മോട്ടേഴ്സാണ്. അപ്പോൾ ഗെയിമിംഗ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ 2 മോട്ടേഴ്സും സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റീഫ്രഷ് റേറ്റ് ഒക്കെ 60 ഹെർട്സ് മാത്രമേ ഉള്ളൂ. സോ അടുത്ത നിങ്ങൾ കീബോർഡ് ആൻഡ് മൗസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത്ര ഹൈ എൻഡ് കീബോർഡ് ആൻഡ് മൗസ് വേണ്ടി വരും തോന്നുന്നില്ല. കാര്യം ഇതൊരു എഡിറ്റിംഗ് PC ബിൽഡ് ആയതുകൊണ്ട് തന്നെ. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു കോംബോ എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ KM540 എന്ന് പറയുന്ന ഒരു കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ്. വളരെ നല്ല ഒരു കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.